നമസ്കാരം. അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ ഊഹം ശരിയാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJPയുടെ ദേശീയ നേതാക്കൾക്കറിയാം. 10-37 തവണ മാറ്റിവെച്ച ലാവ്ലിൻ കേസ് തന്നെ അതിന് ഉദാഹരണമാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച തൃശ്ശൂരിൽ നടന്ന സ്ത്രീശക്തി പരിപാടിയിലെ വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയ പരാമർശം സ്വർണ്ണക്കടത്ത് ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടു തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശമെന്നത് സ്പഷ്ടമാണ്. സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന് പൊതുവേദിയിൽ തുറന്നടിച്ച പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റേത് കൂടിയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിട്ട BJP അതിനായി CPM-നെ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിലും കഴമ്പുണ്ട്. പ്രധാനമന്ത്രിയുടേത് അതീവ ഗുരുതരമായ ആരോപണമാണെങ്കിലും അതേ നാണയത്തിലുള്ള പ്രതികരണം CPM നടത്തിയിട്ടില്ല. വിദേശ ബന്ധമുള്ള ഈ കേസിൽ അന്വേഷണം നടത്തിയ കേന്ദ്ര ഏജൻസികൾ തുടർ നടപടികൾ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് CPM ചോദിക്കുന്നത്. ഈ ചോദ്യവും ന്യായമാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് അന്വേഷണം നടത്തിയത് കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളാണ്. അവരാകട്ടെ തുടർ നടപടികൾ എടുത്തിട്ടുമില്ല. മാത്രമല്ല, നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ വരില്ല എന്നും ഇതൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നുമൊക്കെ അദ്ദേഹം കരുതിയിട്ടുണ്ടാകണം. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പിണറായി വിജയൻ ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. പേരിനെങ്കിലും ഒന്ന് പ്രതിരോധിച്ചത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാത്രമാണ്. അതാകട്ടെ ദുർബലമായ ഒരു പ്രതിരോധമായിരുന്നു താനും. അതവിടെ നിൽക്കട്ടെ. സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രിയുടെ പരാമർശം. കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിൽ നടത്തിയ യുവം പരിപാടിയിലും ഇതേ ആരോപണമുണ്ടായി. കേരളത്തിന്റെ കയറ്റുമതി വളർച്ച ലക്ഷ്യമിട്ട് സാധ്യമായതെല്ലാം ചെയ്യുമ്പോൾ ഒരു കൂട്ടർ രാവും പകലും സ്വർണം കടത്തുന്നതിലാണ് ശ്രദ്ധിക്കുന്നത് എന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെ പരാമർശം. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഉന്നമിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി. കേസ് വീണ്ടും സജീവമാക്കുന്നതിൻ്റെ സൂചനയാണോ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം എന്ന സംശയം CPM-നെയും സർക്കാരിനെയും അതിലുപരി പിണറായി വിജയൻ്റെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര ഏജൻസികൾ കേസിൽ നിന്ന് പിൻവലിഞ്ഞു തുടങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-ഉം BJP-യും തമ്മിൽ നടത്തിയ രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന സംശയം പ്രതിപക്ഷത്തെ പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട്. ലാവ്ലിൻ കേസ് അനന്തമായി നീണ്ടുപോകുന്നത് ഈ സംശയം ബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച 3 കേന്ദ്ര ഏജൻസികളും 2021 തന്നെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ നീണ്ടുപോകുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം അഥവാ UAPA പ്രകാരം ദേശീയ അന്വേഷണ ഏജൻസി 20 പ്രതികൾക്കെതിരെ 2021 ഫെബ്രുവരിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചതാണ്. കള്ളക്കടത്ത് തടയൽ നിയമപ്രകാരം 29 പ്രതികൾക്കെതിരെ കസ്റ്റംസ് സമർപ്പിച്ച കുറ്റപത്രം സാമ്പത്തിക വിചാരണ കോടതി 2022 മാർച്ചിൽ വിചാരണയ്ക്ക് വെച്ചെങ്കിലും പിന്നീടുള്ള നടപടികൾ വൈകി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 28 പ്രതികൾക്കെതിരെ 3 ഘട്ടങ്ങളിലായി ED കുറ്റപത്രം സമർപ്പിച്ചു. ഇതിൽ NIA സമർപ്പിച്ച UAPA കുറ്റപത്രം ഒഴികെയുള്ളവയിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ പ്രതിയാണ്. ഇങ്ങനെയൊക്കെ ഗുരുതരമായ ഒരു കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മെല്ലെപ്പോക്ക് BJP-യെയും കേന്ദ്ര സർക്കാരിനെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നുണ്ട്. ഒരു നിസ്സാര കേസിൽ പോലും തൃശ്ശൂരിൽ NDAയുടെ സ്ഥാനാർത്ഥിയെന്ന് കരുതപ്പെടുന്ന സുരേഷ് ഗോപിക്ക് സർക്കാർ നൽകിയ പബ്ലിസിറ്റി തന്നെ ഉദാഹരണമാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലില്ലാതെ ലാവ്ലിൻ കേസ് 38ഓളം തവണ മാറ്റിവെക്കില്ലെന്നും ഉറപ്പാണ്. അതുകൊണ്ടുതന്നെ നിസ്സംശയം പറയാം, സംസ്ഥാന സർക്കാരും പിണറായി വിജയനും കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടപ്പുള്ളികൾ തന്നെയാണ്. മാത്രമല്ല, അവരുടെ അടുത്ത ലക്ഷ്യവും പിണറായി വിജയനും കേരളവും തന്നെയാണ്.